ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മർക്കസ് നോളജ് സിറ്റിയാണ്. ഞങ്ങൾ വയനാട് പോയി തിരിച്ചു വരുന്ന വഴിയാണ്, ഫാമിലിയുമായിട്ട് വയനാട് പോയി വരുന്ന വഴിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മർക്കസ് നോളജ് സിറ്റി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇവിടെ ഈ സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവിടെ എന്താ നമ്പറൊക്കെ വാങ്ങുന്നുണ്ടോ എന്ന് കരുതിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഈ നോളജ് സിറ്റിയിലെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം, ഞങ്ങൾ കുറേ ആയി ഇവിടുത്തെ ഈ മസ്ജിദ് കാണാമെന്ന് ആഗ്രഹം വെക്കണേ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് മസ്ജിദാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, പിന്നെ ഇവിടുത്തെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് കയറി പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ചപ്പും ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോവാനുണ്ട് എന്ന് തോന്നുന്നു. വഴിയൊക്കെ നല്ല ഭംഗിയോട് കൂടിയായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയായാലും ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് നല്ല സമയത്താണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 6 മണി 5:45 6 മണി ആ ഒരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പാർക്കിങ്ങിന്റെ സ്ഥലം എവിടെയാണെന്ന് മുമ്പ് ഇവിടെ വരാത്തോണ്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റോഡ് കാണുന്നുണ്ട്, വണ്ടിയൊക്കെ അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ. പാർക്കിങ്ങിന് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പള്ളിയൊക്കെ ഒന്ന് കാണാൻ പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പള്ളിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സൈഡിൽ ഇതാ ഒരു കോളേജിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ വണ്ടി ഇറങ്ങി ഈ മസ്ജിദ് ഇങ്ങനെ കണ്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ട്. നല്ല ഭംഗിയോട് കൂടി നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമുണ്ട്. കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ചെടികളും പച്ചപ്പും ചെറിയ മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ നടന്ന് ഒരു ഗേറ്റിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ 4 ഗേറ്റ് ഉണ്ട് എന്നാ. ഇതുപോലെ നമുക്ക് 4 ഭാഗത്ത് നിന്നും കാണാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ ഒരു ഗേറ്റിന്റെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നും ഒരു ഗേറ്റ് കണ്ട് ഞങ്ങൾ അടുത്ത ഗേറ്റിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. അങ്ങനെ അടുത്ത ഗേറ്റിന്റെ അടുത്തെത്തി. ഇവിടെ നിന്നും നമുക്ക് നേരത്തെ ആ ഗേറ്റ് അവിടെ നിന്നും നമ്മൾ ആസ്വദിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ഗേറ്റിന്റെ അടുത്ത് നിന്നും ഈ പള്ളിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ആ ഗേറ്റും കഴിഞ്ഞ് 3ാമത്തെ ഗേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പത്തെ ഗേറ്റിന്റെ അടുത്ത് നിന്നും പറഞ്ഞതുപോലെ ഇവിടെ നിന്നും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള വ്യൂ, നല്ല മലപ്രദേശങ്ങൾ. ഇത് ഇവിടെ ഒരു പുതിയ കോളേജിന്റെ പണി നടക്കുകയാണ്, പണി പൂർത്തിയായിട്ടില്ല. ഇതങ്ങനെ
ഒരു ഗേറ്റിൻ്റെ അടുത്ത് ഞങ്ങളെത്തി. അടുത്ത ഗേറ്റിൻ്റെ അങ്ങനെ ഇപ്പോൾ 4ാമത്തെ ഗേറ്റിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ഈ ഗേറ്റിൻ്റെ പേര് മദീന ഗേറ്റ് എന്നാണ് കേട്ടോ. 4 ഭാഗത്തു നിന്നും നമുക്ക് ഒരുപോലെ നല്ല രീതിയിൽ ഈ പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ഇത് വുളു എടുക്കാനുള്ള സൗകര്യമൊക്കെ നല്ല രീതിയിൽ വിശാലമായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറി അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നിന്നും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ പിടിപ്പിച്ച്, നല്ല പച്ചപ്പൊക്കെ പതിച്ച് നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ നല്ല സമയത്താണ് എത്തിയത്. സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നല്ല രീതിയിലുള്ള വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പള്ളിയുടെ ഉൾഭാഗം കാണാം കേട്ടോ. അങ്ങനെ പള്ളിയുടെ ഉൾഭാഗമൊക്കെ കണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ രാത്രി ഏകദേശം 8 മണി ആവാനായിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള ഒരു വ്യൂ ആണ് ഇത്. നല്ല രീതിയിലുള്ള നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. നല്ല ഈ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. പുറത്തു നിന്നും ഈ പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു സമയത്ത് തന്നെ ഇവിടെ എത്തിപ്പെട്ടത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ മസ്ജിദിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്.